നല്ല ചുണ്ട് നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും അല്ലേ. നോക്കി നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന നല്ലൊരു ലിപ് ബാമായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഒക്കെ നമുക്ക് ഇതിട്ടുകൊണ്ട് പോകാം. കണ്ടോ, ഒരുപാട് കളറൊന്നുമില്ല, എന്നാലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ചുണ്ടിനെ കറുപ്പ് തോന്നിക്കത്തില്ല അല്ലേ ഇതിട്ടോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ചുണ്ടിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, എൻ്റെ ഒരു ഉള്ള കളറായത് കേട്ടോ. എൻ്റെ ചുണ്ടിൻ്റെ ഒരു കളറാണിത്, ഇങ്ങനത്തെ ഒരു കളറാണ് എൻ്റെ ചുണ്ടിന്. ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ലിപ് ബാമായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും 3 വയസ്സ് മുതൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാ നാച്ചുറൽ സാധനങ്ങൾക്കും ഉണ്ടാക്കിയാണ്, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ലിപ് ബാം നോക്കി, ഈ ഒരു കളറാണിതിന്, റെഡൊന്നുമല്ല, നമുക്ക് നല്ലൊരു കളറാണ് നമുക്ക് ചുണ്ടിന് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇത് കാണിച്ചു തരാം ഞാൻ. വളരെ നാച്ചുറലായിട്ടൊരു കളറാണ്. നമുക്കിത് ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം, ലിപ് ബാമായിട്ട് ഉപയോഗിക്കാം. ഇതിലെല്ലാം ഉപരി നമുക്ക് ഇത് എന്തിനാണ്, നമ്മുടെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് മാറാനായിട്ട്, അതുപോലെ ചുണ്ട് പൊട്ടുന്നത് മാറാനായിട്ട്, ചുണ്ടിന് നല്ലൊരു കളർ കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ലിപ് ബാമായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, രണ്ടും ഏത് പേര് വേണമെന്ന് വിളിക്കാം. ഞാനിപ്പോൾ ലിപ് ബാം എന്നാണ് പറയുന്നത്, നാച്ചുറൽ ലിപ് ബാം. നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ സാധനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ലിപ് ബാമായിട്ട് ലിപ്സ്റ്റിക്കായിട്ട് ഇത് ഉപയോഗിക്കാം. കറുത്തിരണ്ടിരിക്കുന്ന ചുണ്ടുണ്ട്, പിഗ്മെൻറ്റേഷനൊക്കെ അടിച്ചിട്ട് അവരുടെ ചുണ്ടിൻ്റെ ആ പിഗ്മെൻറ്റേഷനൊക്കെ മാറി ചുണ്ടിന് യഥാർത്ഥ സ്വാഭാവിക നിറം തിരിച്ചു കിട്ടും. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ തംബ്നെയില് കണ്ടു കാണുമല്ലോ, അടിപൊളി ഒരു എന്താ പറയുക, ലിപ്സ്റ്റിക്കായിട്ടും ലിപ് ബാമായിട്ടും ഒക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനും ഡാർക്കും ഒക്കെ മാറാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അടിപൊളി ഒരു ലിപ് ബാമാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. ഇപ്പോൾ എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ കണ്ടതിന് ശേഷം അവർക്ക് ചെയ്തതിൽ നല്ല റിസൾട്ട് ഉണ്ടെന്ന് ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുന്നതിൽ. കാരണം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ടിപ്സുകളും അവർ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ, ചെയ്ത് നോക്കിയിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോ ടിപ്സും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ലിപ് ബാമായിട്ടും ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എന്നാൽ എൻ്റെ മുത്തുമണികളെല്ലാം ഒന്ന് ഓടി വന്നേ. അപ്പോൾ നമ്മുടെ ചുണ്ടിനൊക്കെ നല്ല നിറം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം, ലിപ് ബാമായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ വേണം ഉപയോഗിക്കാം. എത്ര കറുത്ത ചുണ്ടും നമുക്ക് നല്ല രീതിയിൽ കളറാക്കി എടുക്കാം ഈ ഒരു സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ ആവശ്യമാണ്. അതിനായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മഞ്ചിഷ്ട പൗഡർ, ഒരു കുഞ്ഞ് ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് 4/1 ഭാഗം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹണി വേണം, വീട്ടിലുള്ള കാപ്പിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ബ്രൂ കോഫിയുടെ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അതുപോലെ നെയ്യ് വേണം, ഗ്ലിസറിൻ വേണം, അലോവേര ജെല്ല് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആ ഒരു ചുണ്ടൊക്കെ നല്ല നിറം കിട്ടാൻ വേണ്ടി നമുക്കൊരു ലിപ്സ്റ്റിക് ഉണ്ടാക്കിയെടുക്കാം. ലിപ് ബാമും ലിപ്സ്റ്റിക്കും എന്നൊക്കെ പറയാം കേട്ടോ. നാച്ചുറൽ ലിപ്സ്റ്റിക്കായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അടിപൊളി റിസൾട്ടാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു എന്താ പറയുക, ബീട്രൂട്ടിൻ്റെ ഗ്രേറ്റ് ചെയ്തതും മഞ്ചിഷ്ട പൗഡറും ഒക്കെ നമുക്കെടുത്ത് കോഫി പൗഡറൂടെ എടുക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഈ കോഫി പൗഡർ തന്നെ ഇട്ട് കൊടുക്കാം. ഒരു 2 രൂപയുടെ ഒരു സാഷ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി അളന്നെടുക്കുവാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചിഷ്ടയുടെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 1/4 ഗ്ലാസ് പാലൊഴിച്ചതിന് കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം കേട്ടോ. തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കൊന്നും വേണ്ട, ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. അടിക്ക് പിടിക്കരുത്, ശ്രദ്ധിക്കണം. അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തിളയൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം.
ആറിയിട്ട് നമുക്ക് നരച്ചെടുക്കാം. ചൂടോടുകൂടി ആയിരിക്കല്ലേ, ചൂടാറിയിട്ട് നരച്ചെടുക്കാം. ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് എടുത്ത് കൊടുക്കണം. വേസ്റ്റ് മാത്രം മാറ്റി വെക്കാവുള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് ഇങ്ങോട്ട് ഒഴിക്കുക. വീണ്ടും അടുപ്പിൽ വെക്കാം. ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ്. തീ കുറച്ച് വെക്കുക. ഇത് ഒരുപാട് കുറുകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരുപാട് കുറുകരുതേ. അപ്പം ഈ ഒരു പരുവത്തിലായിരിക്കണം. ഒരുപാട് വെള്ളവും ഇല്ല, എന്നാൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകിയ പോലെ. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കണം. ചൂടോടുകൂടി തന്നെ ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെയ്യ് അലിയത്തില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. ജസ്റ്റ് ആ വലിയ ചൂടൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. ഒരുപാട് ചൂടങ്ങ് മാറി. ഇനി 1/4 ടീസ്പൂൺ നമ്മുടെ ഹണി ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ അത്രയുമില്ല ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഓരോന്നും ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അലോവേര ജെല്ലാണ് ചേർക്കേണ്ടത് കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് അലോവേര ജെല്ലൂടെ ചേർക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ചെറിയൊരു ടിന്നിനകത്താണ് ഞാൻ ഒഴിച്ചു വെക്കുന്നത് കേട്ടോ. ഞാൻ ഇതുപോലെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലോട്ടൊന്ന് വെക്കാം കുറച്ച് നേരം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ നാച്ചുറൽ ലിപ് ബാം ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടല്ലോ. നല്ലൊരു ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ ഈ ഒരു കളർ എന്നൊക്കെ പറയാം, ഈ ഒരു നൈറ്റിയുടെ കളർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. നമ്മളിതെന്താണ്, ആദ്യം ഒന്ന് ചുണ്ടൊക്കെ ഒന്ന് ഈ ഒത്തിരി ഡ്രൈനെസ് ഒക്കെ ആൾക്കാർ എന്ത് ചെയ്യണം, ചുണ്ടൊന്ന് നമ്മുടെ പഞ്ചസാരയും ഹണിയും കൂടി ഇട്ട് തേനും കൂടെ മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്തെടുക്കുക. അതിനുശേഷം തുടച്ച് മാറ്റുക. അതിനുശേഷം ഇതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ അവർക്ക് റിസൾട്ട് കിട്ടും. അതിനുശേഷം നിങ്ങളിങ്ങനെ ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കണ്ടോ, ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് രാത്രിയിൽ കിടന്നുറങ്ങാം. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് അബ്സോർവ് ആയിക്കോളും. അതിനുശേഷം നിങ്ങൾക്ക് അപ്പം നല്ല ഡാർക്കൊക്കെ ഉള്ളവർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് 2-3 കോട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രാവിലെ ഒന്ന് നിങ്ങൾ വെറുതെ കൈ കളഞ്ഞാൽ മതി. ഇങ്ങനെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. ഒരുപാട് ചുണ്ടിന് കറുപ്പ് നിറവും അതുപോലെ തന്നെ ഡ്രൈനെസ്സും ഒക്കെ ഉള്ളവരെ ഡെയിലി യൂസ് ചെയ്യുക. റൊട്ടീനായിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല റിസൾട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. ഒരു നാച്ചുറൽ ലിപ്സ്റ്റിക്കായിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഇത് ഇട്ടുകൊണ്ട് പോവാം കണ്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ചുണ്ടിൽ അബ്സോർവ് ആയിക്കോളും. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് അവിടെ ഇരുന്നോളും, പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് നാച്ചുറൽ ലിപ്സ്റ്റിക്കായിട്ടും ഇതിട്ടുകൊണ്ട് പോകാം. ഇപ്പം നിങ്ങൾക്ക് വേറെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് തേച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് മറ്റുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ടും യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഈ ഒരു ലിപ് ബാം കൊണ്ട് 2 ഉപയോഗമാണ്. ഒന്ന് ലിപ്സ്റ്റിക്കായിട്ടും ഒന്ന് ലിപ് ബാമായിട്ടും നമുക്ക് ഉപയോഗിക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവർക്കൊന്ന് ചുണ്ടൊക്കെ ഒന്ന് ചോപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ, അവരുടെ ചുണ്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു വിടാം. അതിനും യാതൊരു പ്രശ്നവുമില്ല. ഞാനിന്ന് ഉണ്ടാക്കി കാണിച്ച ലിപ് ബാമായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഉണ്ടാക്കി കാണിച്ച ഒരു ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.